റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുതുബ നിർവഹിച്ചത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുമ്പോൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞു, അയ്യുഹന്നാസ് ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു. അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങളെല്ലാവരും ഹജ്ജ് ചെയ്യുവീൻ. അപ്പോൾ ഒരാൾ കൂട്ടത്തിൽ നിന്ന് അകുല്ല ആമി യാ റസൂലല്ലാഹ്, എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിന് മുമ്പിൽ ഇബ്നു അബ്ബാസ് പറയുന്നത് ഫസകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം ഭജിക്കുകയാണ് ചെയ്തത്, മിണ്ടാതിരുന്നു. ആ വ്യക്തി വീണ്ടും ചോദിച്ചു അകുല്ലു ആമി യാ റസൂലല്ലാഹ് എന്ന്. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം ഭജിച്ചു. ഫസകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു. ഇങ്ങനെ 3 തവണ ചോദ്യം വന്നു. മൗനം ദീക്ഷിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീടാണ് പറഞ്ഞത്, ലൗ ഖുൽതു നഅം ലവജബത്, അതെ എന്ന് ഞാൻ പ്രതികരിച്ചിരുന്നുവെങ്കിൽ എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമാകുമായിരുന്നു. വലൗ വജബത് ലം തഖൂമു ബിഹ, അത് നിർബന്ധമായാലോ നിങ്ങൾക്കത് നിർവഹിക്കാൻ സാധിക്കുകയുമില്ല. വലൗ ലം തഖൂമു ബിഹ ഉസിബ്തും, നിങ്ങൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ബൽ മറത്തൻ വാഹിദത്തൻ, ഹജ്ജ് ഒരു തവണ മാത്രമാണ് നിർബന്ധം. ഫമൻ സാദ ഫഹുവ തതവ്വുഉൻ, ഏറെ ഹജ്ജ് ചെയ്യുകയാണ് എങ്കിൽ അത് സ്വയം സന്നദ്ധനായി ഒരാൾ നിർവഹിക്കുന്ന പുണ്യം ആകുന്നു. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദറൂനി മാ തറക്തുക്കും, ഞാൻ നിങ്ങളെ വിട്ടേച്ചതിൽ നിങ്ങൾ എന്നെ വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പൊതുവിൽ നിബന്ധനയൊന്നുമില്ലാതെ പറഞ്ഞ വിഷയങ്ങളിൽ ആ പൊതു തേട്ടം നിങ്ങൾ ഉൾക്കൊള്ളുക, അതിൻ്റെ നിബന്ധനയെക്കുറിച്ച് നിങ്ങൾ ചികഞ്ഞു ചോദിക്കാതിരിക്കുക എന്ന അർത്ഥത്തിൽ. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും കസ്റതു സുആലിഹിം, പൂർവികർ നശിക്കാൻ കാരണമായത് അവരുടെ ഇത്തരത്തിലുള്ള വർദ്ധിച്ചുള്ള ചോദ്യങ്ങളാണ്. വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം, നബിമാരോട് അവർ എതിരാവുകയും ചെയ്ത വിഷയമാണ് എന്ന് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കുറേ കാര്യങ്ങൾ ഉണർത്തുകയുണ്ടായി. ഇവിടെ ഈ ചോദ്യകർത്താവിന് മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ മൗനം ഭജിക്കുകയാണ് ചെയ്തത്. ഇതൊന്നും അറിവ് മൂടിവെക്കലല്ല, ദീൻ മറച്ചു പിടിക്കലുമല്ല. ഇത് ബോധ്യപ്പെടാനാണ് ഞാൻ ഈ ഒരു ഉദാഹരണം കൂടി ഉദ്ധരിച്ചത്. ചോദ്യകർത്താക്കൾ പല താല്പര്യക്കാരും വികാരങ്ങൾ പേറിയവരുമായിരിക്കും. ഒരിക്കൽ ഒരാൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചില്ലേ, യാ അലി മദ്ദാരിയാതി ദർവ ഫൽ ഹാമിലാതി വിഖറ ഫൽ ജാരിയാതി യുസ്ര ഫൽ മുഖസ്സിമാതി അമ്ര. ഈ ആയത്തിൽ സത്യം ചെയ്ത വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണ്. അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമല്ല. പിന്നെയോ ബിദഈ ചിന്താഗതിക്കാരനാണ് ഈ ചോദ്യകർത്താവ്. അതുകൊണ്ട് തന്നെ ഒരു ദുശ്ശാഠ്യത്തിൻ്റെ ചോദ്യമാണ്. അലി എന്താ അയാളോട് പറഞ്ഞത്? വൈലക് സൽ തഫഖൂഹൻ വലാ തസ്അൽ തഅന്നുതൻ, അറിയാൻ വേണ്ടി ചോദിക്ക്, ദുശ്ശാഠ്യത്തിൽ ചോദിക്കല്ലേ. തുടർന്ന് അലി റളിയല്ലാഹു തആല അൻഹു വദ്ദാരിയാതി ദർവൻ എന്നാൽ അത് കാറ്റാണെന്നും, ഫൽഹാമിലാത്തി വിഖ്റൻ എന്ന് പറഞ്ഞാൽ അത് കാർമുഖിലുകളാണെന്നും, ഫൽജാരിയാത്തി യുസ്റൻ എന്ന് പറഞ്ഞാൽ അത് കപ്പലുകളാണെന്നും, ഫൽ മുഖസ്സിമാത്തി അമ്രൻ എന്ന് പറഞ്ഞാൽ അത് മലക്കുകളാണെന്നുമൊക്കെ അയാൾക്ക് പറഞ്ഞു നൽകി എന്നാണ്. ഇതുപോലത്തെ ചോദ്യകർത്താക്കൾ വരുമ്പോൾ എല്ലാവരും അലി റളിയല്ലാഹു തആല അൻഹു അല്ല. അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം സലൂനി അൻ കിതാബില്ലാഹ്, അള്ളാഹിൻ്റെ കിതാബിനെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചോളി. ഫവല്ലാഹി മാ മിൻഹു ആയത്തുൻ ഇല്ലാ വഅന അഅലമു ബിലൈലിൻ നസലത് അം ബിനഹാർ ബിസഹ്ലിൻ അം ബിജബൽ. അള്ളാഹിൻ്റെ കിതാബിനെ കുറിച്ച് എന്നോട് ചോദിച്ചോളി, അള്ളാഹുവാണ് സത്യം, വിശുദ്ധ ഖുർആനിൽ ഒരായത്തുമില്ല അത് രാത്രിയാണോ ഇറങ്ങിയത് പകലാണോ ഇറങ്ങിയത് എന്ന് ഞാൻ അറിയാതെ, അത് പർവ്വതത്തിലാണോ ഇറങ്ങിയത് അതല്ല താഴ്ന്ന പ്രദേശങ്ങളിലാണോ ഇറങ്ങിയത് എന്ന വിവരം ഞാൻ അറിയാതെ. വിശുദ്ധ ഖുർആനെ കുറിച്ച് വലിയ ജ്ഞാനമുള്ള പണ്ഡിതനായിരുന്നു അലി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ചോദ്യകർത്താവിനെ തിരുത്തി ഈ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ എല്ലാവരും അലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യകർത്താക്കൾ വരുമ്പോൾ അവരുടെ മുമ്പിൽ പറയാതിരിക്കുക എന്നുള്ളത് ദീൻ മറച്ചു പിടിക്കലോ അറിവ് മൂടിവെക്കലോ അല്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനുള്ളത്.